കണ്ടല സഹകരണ ബാങ്ക് സഹകാരികൾ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസ് ഉപരോധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. പണം തിരിച്ചു തരാനുള്ള നടപടി ഉണ്ടാകില്ലെന്നും ബാങ്കിന്റെ പ്രവർത്തനം നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും നിക്ഷേപ കൂട്ടായ്മ ആരോപിച്ചു. നമുക്കിതിലൊന്നും ഇതല്ല. ഈ കുട്ടിയുടെ അമ്മയ്ക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് അറിയാമോ? അവിടെ ക്രിട്ടിക്കലാണ്. ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട്. പണം ആവശ്യപ്പെട്ട് നിരവധി തവണ ബാങ്കിനെ സമീപിച്ചിട്ടും ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപക കൂട്ടായ്മ സഹകരണ വിഭാഗം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസ് ഉപരോധിച്ചത്. കരിവന്നൂർ പാക്കേജിന് സമാനമായി കണ്ടലയിലും പാക്കേജ് അനുവദിക്കുക, ബാങ്കിനെ നിലനിർത്തുക, അനധികൃത ലോണുകൾ തിരിച്ചുപിടിക്കുക എന്നീ ആവശ്യങ്ങളും നിക്ഷേപകർ ജോയിന്റ് രജിസ്ട്രാറെ ധരിപ്പിച്ചു. ബാങ്കിന്റെ അഴിമതി നടത്തിയ ആൾ മാത്രമാണ് ED അറസ്റ്റ് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് പരിഹാരം ഉണ്ടായില്ല. നിരവധി ഈ നിൽക്കുന്ന അമ്മമാരുടെ മക്കളുടെ നിരവധി കല്യാണങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ ഓപ്പറേഷനുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. വളരെ ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു. ഈ സഹകരണ ഡിപ്പാർട്ട്മെന്റ് ലെവലേശം അനങ്ങുന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും തുക ലഭിക്കാത്ത സാഹചര്യമാണെന്നും പണമാവശ്യപ്പെട്ടവരോട് പ്രസിഡന്റ് ഭാസനാങ്കൻ മോശമായി പെരുമാറിയെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു. പ്രസിഡന്റ് വീട്ടിൽ ഞാൻ പോയപ്പോൾ ചോദിച്ചു, നിങ്ങൾ എൻ്റെ വീട്ടിൽ അല്ലല്ലോ കൊണ്ടുവന്നത്, ബാങ്കിലല്ലേ കൊണ്ടിട്ടത്, ആ ബാങ്കിൽ പോകാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ലിക്വിഡേറ്റ് ചെയ്താൽ ഈ ഒരു പൈസ പോലും നിങ്ങൾക്ക് കിട്ടൂല. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഭീഷണിപ്പെടുത്തിയത്. ബാങ്കിനെ ലിക്വിഡേറ്റ് ചെയ്യുവാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ഒരുപറ്റം ആളുകൾ ബാങ്ക് പൂട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഈ ബാങ്കിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബാങ്ക് ശരിക്കും ഡെഡാണ്. കാരണം അവിടെ വരുന്ന കുറച്ച് കാശ് വീതം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ബാങ്ക് റൺ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒന്നാമത് സ്റ്റാഫിന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് അവർ നിസ്സഹകരണം പുലർത്തുകയാണ്. അല്ലെങ്കിൽ 173 കോടി രൂപയാണ് ബാങ്കിന് ബാധ്യതയുള്ളത്. ബാങ്കിന് പിരിഞ്ഞു കിട്ടാനുള്ളത് വെറും 68 കോടി രൂപയേ ഉള്ളൂ. ബാക്കി മൂല്യശോഷണം എന്ന് എങ്ങനെയാണ് സംഭവിച്ചത്? അത് ആര് മുഖേനയാണ് ഈ മൂല്യശോഷണം ഉണ്ടായിരുന്നത്? അവരെ നിന്നൊക്കെ ആ പൈസ ഈടാക്കണം. നിക്ഷേപത്തുക തിരികെ നൽകുവാനുള്ള നടപടികൾ ഉണ്ടാകാത്ത പക്ഷം കടുത്ത സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും സഹകാരികൾ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.